വാസ്തവത്തിൽ ഞാൻ ഈ പാട്ട് പാടുന്നത് കോട്ടയത്തുള്ള ജ്യേഷ്ഠ തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ ജോസ്ഫിൻ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസന്റെ ഭവനത്തിലിരുന്ന ഈ പാട്ട് ഞാൻ പാടുന്നത്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ഞാൻ സത്യത്തിൽ അന്ന് അവിടെ പാടിയത് കണ്ണിൻ മണി പോൽ എന്നെ കരുതും എന്ന രാജേഷ് ശൈലപ്പാറ പാസ്റ്ററിന്റെ പാട്ട പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഒരു തരി പോലും കുറയില്ല എന്ന വരി പാടാൻ പറഞ്ഞു. അത് പാടി ഏതാണ്ട് 12 മണിക്കൂർ ഞങ്ങൾ ആ പാട്ട് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 12 മണിക്കൂർ ഈ ഒരൊറ്റ പാട്ട് തന്നെ കുഞ്ഞു കുട്ടികൾ വരെ പാടാൻ തുടങ്ങി. ആ ചർച്ചിൻ്റെ അകത്തുള്ള ഞാൻ പറഞ്ഞ ജോസ്ഫിൻ പാസ്റ്ററിന്റെ മകൻ വരെ, അവൻ 5-6 വയസ്സേ ആയിട്ടുള്ളൂ, അവൻ ആ പാട്ടന്ന് കാണാതെ പഠിച്ചു. കാരണം മുഴുവനും ഞങ്ങൾ അന്ന് അത് തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഇതെൻ്റെ ജീവിതമാണ്. ലൈഫിൻ്റെ അകത്ത് ഒന്നുമില്ലാത്ത സമയത്ത് ഞാൻ ഈ പാടുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ആഴ്ചകൾ, മാസങ്ങൾ എല്ലാം വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രശ്നത്തിലൂടെ, ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ പാട്ട് എൻ്റെ ലൈഫിൽ വരികയും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തന്നത്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേ കളരികിൽ നീ എന്നുമെന്നും വേണം. ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴൻ ആയി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നമ്മളെല്ലാം മനുഷ്യരാണ്. വേദന ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. 100 തവണ നമ്മൾ ചിന്തിക്കും മരിച്ചാൽ കൊള്ളാം, ദൈവം അങ്ങ് എടുത്തെങ്കിൽ കൊള്ളാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ഈ ലോകത്ത് നമ്മളെ വിട്ടതിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഈ ലോകത്തേക്ക് ദൈവം അയച്ചത് എന്തോ ഒരു പർപ്പസിന് വേണ്ടിയാണ്. ആ പർപ്പസ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുക, അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.